നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചാൻസ് ഉള്ളൂ. ഞാൻ പലതവണ ഇത് പറയണമെന്ന് വിചാരിച്ചതാ. ഒരു തവണ പറഞ്ഞതുവാ. രൂപേഷേട്ടനൊപ്പം ഹെഡ്ഫോൺ വെച്ച് ഏതോ ആനിമേഷൻ സിനിമ കാണുമായിരുന്നു. ഓഹോ, ഹെഡ്ഫോൺ വെച്ച ആളോട് കാര്യം പറഞ്ഞ പിന്നീട് കാര്യം പറഞ്ഞൊന്ന് സ്ഥാപിക്കാന്നായിരിക്കും. ഞാൻ മന്ദബുദ്ധിയാണ്, പൊട്ടനാണല്ലേ. ഈ പൊണ്ണത്തടി വെച്ച് എനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് എത്ര പേര് കളിയാക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും കുട്ടികൾ ഉണ്ടായിട്ടില്ല. എല്ലാം എന്റെ കുഴപ്പാ, കഴിവില്ലാത്തവനാ. അപ്പോഴും നിന്റെ സ്വപ്നം നടക്കട്ടെ, നിന്റെ അച്ഛന്റെ ആഗ്രഹം നടക്കട്ടെ എന്നായിരുന്നു എന്റെ മനസ്സിൽ. നിനക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ പോലും അതാണ് വിധിയെന്ന് കരുതി നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിച്ചേനെ. എനിക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു, വിശ്വാസമായിരുന്നു. പക്ഷേ നീ അപ്പോഴേക്കും ഡിവോഴ്സ് വരെ കാര്യങ്ങൾ എത്തിച്ചു. രൂപേഷേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം, വിശ്വസിക്കണം. വിശ്വാസം, ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം തന്നെ പരസ്പര വിശ്വാസമാണ്. അറിയോ നിനക്ക്? എന്നോട് സംസാരിക്കാനോ എന്റെ അടുത്ത് നിൽക്കാനോ ഉള്ള യോഗ്യത നിനക്കില്ല. നിന്നെ ഞാൻ എന്റെ ജീവൻ കൊണ്ടാ സ്നേഹിച്ചത്. ജീവിതത്തില് പല വട്ടം നീ എന്നെ കോമളിയാക്കി. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാദ്യം അറിയേണ്ടത് ഭർത്താവായ ഞാനല്ലേ. ഞാൻ എന്നെ മറന്നും എന്റെ അമ്മയെ മറന്നു